മലയാളത്തിൻ്റെ മോഹൻലാൽ എപ്പോഴും പലപ്പോഴും സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന ഒരു നടനായിട്ട് നമുക്ക് തോന്നും. കാരണം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കും അതാണ് ഇഷ്ടം. കാരണം ഇപ്പം മോഹൻലാൽ പ്രിയദർശൻ, മോഹൻലാൽ സത്യനന്ദിക്കാട്, ഇപ്പം മേജർ രവിക്ക് പോലും ഡേറ്റ് കൊടുക്കുന്നത് എപ്പോഴും സൗഹൃദത്തിൻ്റെ പുറത്താണ്. ഒരുപക്ഷെ മോഹൻലാലിന് വ്യക്തമായിട്ട് അറിയാം, മേജർ രവിയുടെ വലിയ സ്റ്റഫുകളൊന്നും ഇല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ ഇവർക്കൊക്കെ കൊടുക്കുന്നത് ഒരു സൗഹൃദത്തിൻ്റെ പുറത്തൊക്കെ ഡേറ്റ് കൊടുക്കും. പുതുമുഖ ഡയറക്ടേഴ്സിന് ഒരുപാട് ഈ പറഞ്ഞൊരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി മോഹൻലാലില്ല. പക്ഷേ ഇപ്പം മോഹൻലാൽ കുറച്ചുകൂടെ ഇവർ ഈ സേഫ് സോണിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരുപാട് ഡയറക്ടേഴ്സിന് അത്യാവശ്യം 2-3 സിനിമകളൊക്കെ ചെയ്തവർക്കും ഒക്കെ ഡേറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല നല്ല ഡയറക്ടേഴ്സിന്. ഇപ്പം ദിലീഷ് പോത്തനെ കൊണ്ടൊരു ഔട്ട്സ്റ്റാൻഡിങ് ഡയറക്ടറിന് ഡേറ്റ് കൊടുത്തു, പടം തുടങ്ങാൻ പോകുന്നു. അതുപോലെ തന്നെ ചിദംബരത്തിന് ഡേറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. നമ്മുടെ ഷായ് കബീർ, ഇവരൊക്കെ ഗംഭീര പ്രൊജക്റ്റുമായിട്ടായിരിക്കും മോഹൻലാലിൻ്റെ മുമ്പിലോട്ട് വരുന്നത്. അവരിൽ നിന്നൊക്കെ നമുക്ക് പുത്തനായിട്ടുള്ള മോഹൻലാലിനെ കാണാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടും സത്യസന്ധമായിട്ടൊരു വാർത്തയാണ്, സോഷ്യൽ മീഡിയയുടെ റൂമേഴ്സ് ഒന്നുമല്ല. കാരണം ജൂഡ് ആൻ്റണി 2018 പോലൊരു ഗംഭീര സിനിമ ചെയ്ത അത്യാവശ്യം താരതമ്യേന നല്ല ഗംഭീര ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹം നല്ല കുറേ സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. മോഹൻലാലിൻ്റെ മകളിനെ വെച്ച്, വിസ്മയ മോഹൻലാലിനെ വെച്ച് തുടക്കം എന്ന് പറയുന്ന സിനിമയും ചെയ്യുന്ന ഇതാണ്. ഒരു തുടക്കം ചിലപ്പം ഒരു സർപ്രൈസ് ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ട്രെയിലറും പാട്ടും ഒക്കെ നൈസ് പാട്ടും ഒക്കെയാണ്. എന്തായാലും അദ്ദേഹം ആ ഇൻ്റർവ്യൂവിനിടയിൽ പറഞ്ഞത് മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക്, മോഹൻലാലിൻ്റെ നായകനായിട്ടുള്ള സ്ക്രിപ്റ്റ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. അതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ മോഹൻലാലിൻ്റെ ഡേറ്റ് അനുസരിച്ച് തുടങ്ങുമെന്നാണ്. അന്നേരം ഇത് ഓൺ കാർഡ്സിലാണ്. ഈ പടം എന്തായാലും ഷുവർ മോഹൻലാലിൻ്റെ സിനിമ പ്രോജക്റ്റുകളിൽ അടുത്ത വർഷങ്ങളിൽ തുടങ്ങുന്ന സിനിമകളൊന്നായിരിക്കും ജൂഡ് ആൻ്റണി മോഹൻലാൽ സിനിമ. എന്തായാലും ജൂഡ് ആൻ്റണിക്ക് ഒരു ഡേറ്റ് മോഹൻലാലിന് കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം മോഹൻലാലിനെ മനോഹരമാക്കാവോ അത്രയും ഗംഭീരമാക്കും. അത് അഭിനയത്തിനായാലും കൊമേഴ്സിലായാലും. കാരണം ജൂഡ് ആൻ്റണിക്ക് അത്രയും നല്ല ബോധമുള്ളൊരു സംവിധായകൻ കൂടിയാണ്. കൃത്യമായിട്ട് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളെല്ലാം നടത്തി ഗംഭീര ഒരു പടമായിരിക്കും ജൂഡ് ആൻ്റണി മോഹൻലാൽ. പിന്നെ മോഹൻലാലിൻ്റെ പുത്തൻ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സേഫ് സോൺ കളി മാറ്റി ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സായിട്ട് ചേരുമ്പോൾ മോഹൻലാലിൻ്റെ നമുക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, സ്ഥിരമായിട്ട് കാണുന്ന ക്ലീശ കഥാപാത്രങ്ങളല്ല, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കാണാം. ഗംഭീരമായ ബോക്സ് ഓഫീസ് പ്രകടനങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കാണാം.